നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയാണെന്ന SDPIയുടെ വാദം പൊളിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര ഏജൻസികൾ. രാജ്യദ്രോഹ പ്രവർത്തനത്തിന് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും ഒന്ന് തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ED പുറത്തുവിടുന്നത്. രാഷ്ട്രീയ മുഖമായി SDPIയെ കണ്ട PFI നേതൃത്വം ജയിലിന് പുറത്തുള്ള നേതാക്കൾ വഴി ഇപ്പോഴും അതേ പ്രവർത്തനം തുടരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഫണ്ടും നേതാക്കളും പണപ്പിരിവും എല്ലാം ഒരേ ലക്ഷ്യത്തിന്. ഗൾഫ് രാജ്യങ്ങളിൽ സംഘടനകൾ രൂപീകരിച്ച് പണപ്പിരിവിന്റെ തെളിവുകളും EDക്ക്. ഒരേ സമയം കേരളത്തിൽ മലപ്പുറത്തും തിരുവനന്തപുരത്തും SDPI ഓഫീസുകളിൽ ED റെയ്ഡ്. SDPIയുടെ ബുദ്ധി കേന്ദ്രമായ ദേശീയ പ്രസിഡന്റ് MK ഫൈസി അറസ്റ്റിലായതോടെ SDPIയുടെ തീവ്രവാദ ബന്ധത്തിലേക്കുള്ള അന്വേഷണം സജീവമാകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. SDPIക്ക് ഭീകരബന്ധമോ? പ്രൈം ഡിബേറ്റിൽ BJP നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ, യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ, SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അൻസാരി ഏനാത്ത് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ EDയുടെ ഈ തിരക്കിട്ട റെയ്ഡിന് പിന്നിൽ എന്താണെന്ന് സംശയിക്കുമ്പോൾ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SDPIയെ, ആ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാനുള്ള എന്തോ ആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ്. അന്ന് PFIയെ നിരോധിച്ച സമയത്ത് തന്നെ SDPI PFIയുടെ രാഷ്ട്രീയ മുഖമാണ്, അതിനാൽ നിരോധിക്കണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ അതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ PFIയും SDPIയും ഒന്ന് തന്നെയാണ് എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കുവാനുള്ള നീക്കങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്? മഞ്ജുഷേ, അങ്ങനെ എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപിത നീക്കമായിട്ട് ED അത്തരത്തിലുള്ള ED ഒരു അന്വേഷണ ഏജൻസിയാണ്, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് അവരെ ന്യായീകരിക്കേണ്ടതോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ എൻഡോഴ്സ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. ഒരു സ്വതന്ത്ര പൗരൻ എന്നുള്ള നിലയിൽ മാറി നിന്ന് വേണം അവരുടെ ആക്ടിവിറ്റിയെ നിരീക്ഷിക്കാനെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആയതുകൊണ്ടാണ് പർട്ടിക്കുലർലി. അപ്പോൾ ED ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു നീക്കം എന്ന് പറയുന്നത്, അല്ലെ, ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കിട്ട നീക്കം എന്നാണ്. 2022 പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 2022 പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിന് ശേഷം ഏതാണ്ട് 3 വർഷത്തോളം അല്ലെങ്കിൽ 2.5 വർഷമായിരിക്കുകയാണ് ഈ പറയുന്ന ഒരു SDPIയുടെ നേരെയായിട്ടുള്ള ചില ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തിരക്കിട്ട നീക്കമാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് വിവിധ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ ആവർത്തിച്ച് ഞങ്ങളോട് ചോദിച്ചിരുന്നു, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിക്കുന്നുണ്ട്, SDPIയെ നിരോധിക്കുന്നില്ല, അത് നിങ്ങൾക്കൊരു പഞ്ചിങ് ബാഗായിട്ട് SDPIയെ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നേരെ വന്നിട്ടുണ്ട്. അന്ന് എല്ലാവരും നമ്മൾ തന്നെ പറഞ്ഞിരുന്നു, അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അതിനകത്തുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷനാണ് അതിനകത്തൊരു ഫൈനൽ കോള് എടുക്കേണ്ടത്. അപ്പോൾ ചാടിക്കേറിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുക എന്ന് പറയുന്നതൊന്നും ഇന്ത്യയിൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റേതായ സമയം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരിക്കലും അതിനകത്തൊരു ഒരു ശത്രുതാപരമായിട്ടുള്ള നീക്കമൊന്നും അവർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ അറസ്റ്റിലായിരിക്കുന്ന MK ഫൈസി എന്ന് പറയുന്ന SDPIയുടെ നാഷണൽ പ്രസിഡന്റ്, ഇപ്പോൾ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. ആ രീതിയിലേക്കാണല്ലോ ഈ EDയുടെ അന്വേഷണം വരുന്നത്. ED ഇന്നലെ തന്നെ റിലീസിലും മറ്റു കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഫണ്ടിന്റെ കാര്യം, PFIയുടെ ഫണ്ട് SDPIക്ക് വേണ്ടി നൽകിയിരുന്നു. അതുപോലെ തന്നെ ആരൊക്കെയാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ എന്ന് തീരുമാനിച്ചിരുന്നത് PFI ആണ്. SDPIയുടെ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പുതിയ കാര്യം, ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് 2 സംഘടനകൾ ഉണ്ടാക്കി അതുവഴി PFIക്കും SDPIക്കും പണം വരുന്നു. അതൊരു കോമൺ ഫണ്ടിങ്ങിന്റെ രൂപത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ PFIയും SDPIയും ഒന്നാണ് എന്ന രീതിയിലെ കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ കേരളത്തിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്, PFIയും SDPIയും ഒന്ന് തന്നെയായിരുന്നു എന്ന്. കാരണം PFIയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ SDPIയിലുമുണ്ട്. പിന്നെ നിരോധനത്തിന് ശേഷം അതവർക്ക് SDPIക്ക് അത് ഊന്നി പറയുവാൻ പറ്റുകയില്ല, പരസ്യമായി പറയാൻ പറ്റുകയില്ല എന്നല്ലേ ഉള്ളൂ. അല്ല, അതിലേക്ക് തന്നെയാണ് മഞ്ജുഷ ഞാൻ വരുന്നത്. ഒന്ന്, MK ഫൈസി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനോട് ഇതിനോട് മുമ്പ് തന്നെ 2 തവണ, അദ്ദേഹം കഴിഞ്ഞ 2024 അദ്ദേഹത്തിന് ചോദ്യം ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ജനുവരിയിൽ. അതിനുശേഷം 2 തവണ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. അദ്ദേഹം ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ED കൊണ്ടുപോവുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരുപാട് ടൈം അവർക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു ശത്രുതാപരമായി വളരെ ഹറിബറി ആയിട്ട് ഒരു ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടില്ല.
PFI പറയുന്നത് അല്ല, SDPI പറയുന്നത് പക്ഷേ സഹകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു, അദ്ദേഹം പലതവണ സമൻസ് അയച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞത്. അതേ രീതിയിലാണ്. അല്ല, അവർ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ പറയുള്ളൂ. നമുക്ക് ആ ടൈം പീരീഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല. ജനുവരി 2024 മുതൽ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന മാർച്ച് 2025 വരെയുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഹാജരാകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണല്ലോ ഇ ഡി പറഞ്ഞിരിക്കുന്ന, ഇഡിയുടെ ഒരു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പർട്ടിക്കുലർ വിഷയത്തിലേക്ക് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ടിന് വന്നിരിക്കുന്ന സോഴ്സിൽ നിന്ന് തന്നെ SDPIക്ക് വന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് അങ്ങോട്ടേക്ക് റൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ EDയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സോഴ്സ് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. അതിനുള്ള രേഖകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ രേഖകളുമായിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇവർ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത്തരം നടപടികളിലേക്ക് തന്നെ മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അതിനകത്ത് ഇനിയിപ്പോൾ അല്ല എന്ന് തെളിയിക്കാൻ SDPIക്ക് സാധിക്കുമെങ്കിൽ SDPIക്ക് സാധിക്കട്ടെ, അവർ ചെയ്യട്ടെ. അവർക്ക് അങ്ങനെ അല്ല എന്ന് അവർക്ക് പ്രൂവ് ചെയ്യുവാനുള്ള അവകാശം അവർക്കുണ്ട്. ഈ രാജ്യത്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർക്ക് അത് ഞങ്ങൾ അങ്ങനെയല്ല, ഒന്നല്ല, പോപ്പുലർ ഫ്രണ്ട് ഒന്നല്ല. ഇപ്പം നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് കഴിയുന്നതിന് മുമ്പ് വരെ SDPIക്കാർ ഒരിക്കലും പോപ്പുലർ ഫ്രണ്ട് ഞങ്ങളുടെ സംഘടനയല്ല, പോപ്പുലർ ഫ്രണ്ട് ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. നിരോധിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ്, അതായത് നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ, നിരോധിത സംഘടനയുടെ ഭാഗമാണ് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെടും എന്നുള്ള അൻസാരി അത് ശരിയുമാണല്ലോ. PFI തന്നെയാണ് SDPIയും എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് വലിയൊരു ചർച്ച വേണ്ടി വരികയില്ല. പക്ഷെ നിങ്ങൾക്ക് ശരിയാണ്, ഒരു നിരോധിത സംഘടനയിൽ പെട്ട ആളുകൾ തന്നെയാണ് ഞങ്ങൾ എന്ന് പറയുവാനായിട്ട് SDPIക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഈ PFI ഫണ്ടുകൾ ഏത് രീതിയിൽ SDPIയിലേക്ക് വന്നിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ അതിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് PFIയും SDPIയും ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. അതായത് IFF ഇല്ലേ, അതുപോലെ തന്നെ ISF എന്നീ പേരുകളിലായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത്. റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഡിഫെൻഡ് ചെയ്യേണ്ടത് PFIയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ PFIയുമായി ബന്ധമില്ല എന്ന് പറയുന്നത് 2 വർഷമായി PFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിരോധിച്ചിരിക്കുകയാണ്. ഈ 2 വർഷവും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പം ഏതെങ്കിലും നിരോധിച്ച സംഘടനയുടെ പിൻബലത്തിലാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് ഈ പാർട്ടി തളർന്നു പോകണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകാം, ഈ കഴിഞ്ഞ 2 വർഷം നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ ഒന്നുമില്ലാതിരുന്നിട്ട് പോലും ഈ പാർട്ടി വളരെ ശക്തമായി ഇതിനുശേഷം നടന്ന ഇലക്ഷനുകളിൽ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം തൊട്ടടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ പാങ്ങോട് പഞ്ചായത്തിൽ പുലിപ്പാറ വാർഡ് അന്നതടക്കം കേരളത്തിലെ, ഇന്ത്യയിലെ, കർണാടകയിലടക്കം പലയിടത്തും വിജയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംഘടനയുടെ കീഴിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ അലയൻസ് ചെയ്തോ വന്ന പാർട്ടിയല്ല. ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയുകയും രാജ്യത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഓടി നടക്കുമ്പോൾ ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി അത് വിശപ്പാണ്, അത് രാജ്യത്തെ ഭയമാണ് എന്ന് കൃത്യമായ അറിവുണ്ടാവുകയും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതിരുന്നവർ രൂപം കൊടുത്തൊരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് വന്നവർ വ്യത്യസ്ത രാഷ്ട്രീയ ഘടനകളിൽ പ്രവർത്തിച്ചവരുണ്ട്, വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിച്ചവരുണ്ട്. ഇവരൊക്കെയും ഈ പാർട്ടിയിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ് ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന നമ്മൾ സഹായിച്ചിട്ടാണോ നമ്മൾ, അങ്ങനെയൊന്നുമല്ല. രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെതായ ഭരണഘടനയുണ്ട്, അതിനെ പണം സമ്പാദിക്കാനുള്ള അതിൻ്റെ മാർഗമുണ്ട്, അതൊക്കെയും സുതാര്യമാണ്. ഇപ്പൊ തന്നെ ഇപ്പോൾ ഈ വന്നേക്കുന്ന EDയുടെ കണക്കുകളിൽ പറയുന്നതെല്ലാം PFIയെ നിരോധിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണോ? അപ്പോൾ ആ സമയത്ത് PFIയും SDPIയും ഒന്ന് തന്നെയായിരുന്നുവല്ലോ അല്ലേ? ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. PFIയുടെ രാഷ്ട്രീയ സംഘടനയായിരുന്നു, രാഷ്ട്രീയ പാർട്ടിയായിരുന്നു SDPI. അല്ല, നമ്മൾ ED പറയുന്ന വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്യാൻ കഴിയില്ല. EDയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി പോലും വിമർശിക്കപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ്. നമുക്കറിയാം, അത് കൃത്യമായി RSSന്റെ ചെപ്പടിക്ക് വിധേയമാകുന്ന, RSS നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. പക്ഷേ അതിൽ നമുക്ക് പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് വിഷമമുണ്ട്. കാരണം നമ്മുടെയും കൂടി നികുതി പണം എടുത്തുകൊണ്ടാണ് ED സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സുതാര്യമാകണം. ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സുപ്രീം കോടതി അതാ പറഞ്ഞത്. സുപ്രീം കോടതി വളരെ രൂക്ഷമായി
പിന്നെ മനോജ് സിസോദിയത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്താ, ഇത് ഏണിയും പിന്നെ പാമ്പും കളിക്കുന്ന പണിയല്ല, നിങ്ങൾ കൃത്യമായി എവിഡൻസ് ഉണ്ടാകണം, ഇത് നിങ്ങൾ പറയുന്നത് അത് പിന്നെ അത് തെളിവാണ് എന്ന് അല്ലെങ്കിൽ സത്യമാണെന്ന് അന്വേഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം, അല്ലാതെ ഒരു പൗരനെ പിടിച്ച് പിന്നെ ജയിലിലിടുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി പോലും പറയുന്ന ഒരു ED പറഞ്ഞ എന്തോ ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് പറയുകയാണ്. അങ്ങനെ എന്തോ ഒരു നോട്ടീസ് ആണോ? ഇപ്പോൾ PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അത് PFI ഓഫീസിൽ നടത്തിയ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ റെയ്ഡിൽ ED പിടിച്ചെടുക്കുന്നു. അവിടെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യം എന്താണ് കൺസെപ്ച്വൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്ന ആ ഒരു ഡോക്യുമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ ഈ പാർട്ടി എന്ന് പറയുന്നത് SDPI അല്ലാതെ മറ്റാരാണ്? അതിൽ തന്നെ വി അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫൻസ്, ഫിസിക്കൽ, അജിറ്റേഷണൽ, ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ എന്ന് പറയുന്നുണ്ട്. ജിഹാദിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ PFIയുടെ. അതിൽ തന്നെ മറ്റൊരു സെന്റൻസ് ആയിട്ട് വി ഗീവ് ടോപ്പ് പ്രയോറിറ്റി ടു ദ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി, പാർട്ടി ആൻഡ് ഫണ്ടൽ ഓർഗനൈസേഷൻസ് ആർ വേസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. അതായത് PFIയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടിയും മറ്റ് സംഘടനകളും ഉള്ളത്. ആ പാർട്ടി എന്ന് പറയുന്നത് SDPI ആണെന്നാണല്ലോ. ഓക്കെ, പാർട്ടിനെ പറഞ്ഞിട്ടുള്ളൂ, അതിനകത്ത് SDPI പാർട്ടി PFIക്ക് ഏതാണ് ഉണ്ടായിരുന്നത്? ഇല്ല, PFIക്ക് പാർട്ടി SDPI ആണെന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കാൻ കഴിയും? അതിനകത്ത് പാർട്ടി എന്നാണ്, പ്രത്യേകിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല SDPI എന്നുള്ളത്. അടുത്ത സെന്റൻസ് അല്ലല്ല, അത് അതിനുശേഷം EDയുടെ കണ്ടെത്തൽ അങ്ങനെയാണ്. ED അതിനുശേഷം പറയുന്നുണ്ട് SDPI ആണ്. PFI അല്ലേ SDPI രൂപീകരിച്ചത്? അല്ല, അങ്ങനെ ED പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ED പറഞ്ഞാൽ പോലും, ഇനിയിപ്പോൾ SDPI എന്ന് മെൻഷൻ പറഞ്ഞാൽ പോലും ചെയ്താൽ പോലും നമുക്കറിയാം ED ഇത് കണ്ടെത്തണമെങ്കിൽ കോടതി വേണം. കോടതി ഇത് അവരൊരു അന്വേഷണം കൊടുക്കുകയാണല്ലോ, ഇത് കോടതിയിൽ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. കോടതി അത് അംഗീകരിച്ചാൽ പോലും പിന്നീട് ഇത് ഇലക്ഷൻ കമ്മീഷനിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഇമ്മ്യൂണിറ്റി മാത്രമാണ്, അതിന്റെ ബേസിലാണ് SDPI ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഫണ്ടിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റമദാൻ കളക്ഷന്റെ പേരിൽ വന്നിരിക്കുന്ന പണം, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഫണ്ട് വരുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അത് എത്ര നാൾ പറ്റും? യുവരാജ്, ED പറയുന്നത് അതേപടി വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് സുപ്രീം കോടതി ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് EDയെ വിമർശിച്ചു എന്നാണ്. മഞ്ജുഷ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതി എത്രയോ കേസുകളിൽ കേരള പോലീസിനെ വിമർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പോലീസും കോടതികളും അതേപോലെ തന്നെ അന്വേഷണ ഏജൻസികളും കോടതികളും ആവുമ്പോൾ ചില കേസുകളിൽ അഭിനന്ദിക്കും, ചില കേസുകളിൽ കുറച്ചുകൂടെ വേഗത വേണമെന്ന് പറയും. ഈ പറയുന്ന മനീഷ് സിസോഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസിനകത്ത് ഒരു സ്പീഡി ട്രയലിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള രീതിയിലാണ് അതിലേക്ക് ഞാൻ വരാം. മഞ്ജുഷ, അതിലേക്ക് വരാം. ഇവരുടെ ഈ പോയിന്റിനകത്ത് C എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവരുടെ ആ ഡോക്യുമെന്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഫർദർ there are several copies of minutes of meetings and handwritten documents revealing evidence of PFI funding elections contested by SDPI, approval by the National Executive Council of PFI for SDPI to collect funds in Gulf countries. വളരെ വ്യക്തമായിട്ട് SDPI എന്ന് തന്നെയല്ലേ ഇതിനകത്ത് അവരുടെ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ പാർട്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ, SDPI എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആ രണ്ടാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. രണ്ടാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ്, അത് വളരെ വ്യക്തമായിട്ട് SDPI എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ പേജിൽ എത്തുമ്പോഴേക്കും വീണ്ടും തുടങ്ങുന്ന ഫസ്റ്റ് സെന്റൻസിൽ തന്നെ the expenses made by PFI പിടിച്ചെടുത്ത രേഖയുണ്ടല്ലോ, PFIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ ഈ PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ ആ രണ്ടാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അവിടെ പാർട്ടി ആൻഡ് ഫണ്ടൽ ഓർഗനൈസേഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ SDPI എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ അവിടെ പാർട്ടി എന്ന് പറയുന്ന SDPI ആണെന്ന് കേരളത്തിൽ ജീവിക്കുന്നില്ല. അല്ല, അത് പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ്, ഒരു കറുത്ത ജീവി എന്ന് പറഞ്ഞു, ആന എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് SDPI മെൻഷൻ ചെയ്താൽ പോലും, ED മെൻഷൻ ചെയ്തിട്ടുണ്ട്. ED മെൻഷൻ ചെയ്താൽ പോലും അത് ED ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് EDന് പിന്നെ അത് കോടതി കൊടുക്കും, നമ്മൾ തെളിയിക്കട്ടെ. അത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത് EDയുടെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മളിരിക്കുന്നത്. അപ്പൊ ED ആണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ED അല്ലാണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് സ്വയം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അംഗീകരിച്ചാൽ മതി. EDയുടെ ഒരു വിഷയം പറയാം. 5297 പിന്നെ കേസുകളാണ് ഈ 10 വർഷത്തിനുള്ളിൽ ED രജിസ്റ്റർ ചെയ്തത്.
അതിൽ വെറും 40 കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടുള്ളത്. ബാക്കിയെല്ലാം തള്ളിക്കളഞ്ഞു, കോടതി തള്ളിക്കളഞ്ഞതാണ്. മറ്റൊന്ന്, രാഷ്ട്രീയക്കാർ 132 രാഷ്ട്രീയക്കാരെയാണ് ഈ കള്ളപ്പണം വെളുപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം MK ഫൈസിക്ക് എതിർത്ത് അതേ കേസുകൾ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടുള്ളത്. ബാക്കി 132 പേരെയും വെറുതെ വിട്ടു നമ്മുടെ കോടതി എന്ന് പറയുമ്പോൾ ഈ ED അതായത് ഇത്രയും രാഷ്ട്രീയ പകപോക്കലോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ED, ആ ED STPI എന്ന് പറയുന്ന തീർത്തും RSSനും BJPക്കും എതിരായി അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് STPI. ആ STPIക്കെതിരെ സ്വാഭാവികമായിട്ടും ED പോലുള്ള അന്വേഷണ ഏജൻസികൾ കൊടുക്കുന്ന വാറോല, ആ വാറോല ഇത് ഇനി കോടതിയിൽ എന്തെങ്കിലും തെളിവ് വന്നാൽ നമുക്കത് ഓക്കെ പറയാം, കോടതി അത് അംഗീകരിച്ചു അല്ലെങ്കിൽ കോടതിയാണ് പറഞ്ഞത്. ഇത് അന്വേഷണ ഏജൻസിയാണ്. അന്വേഷണ ഏജൻസി എന്നു മുതലാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ശ്രീ അൻസാരി, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED അന്വേഷിക്കുന്നത് മണി ലോണ്ടറിങ് കേസുകളും മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളുമായി ഇപ്പോൾ നിങ്ങളല്ല ഇനി ഏതൊരു 5237 കേസുകൾ എന്നൊക്കെ പറഞ്ഞതിനകത്ത് ഈ പറയുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് സോഴ്സ് കാണിക്കാൻ പറ്റിയാൽ ആ സോഴ്സ് കാണിക്കുന്നതിനനുസരിച്ച് അവരെ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ പല കേസുകളും വെറുതെ വിടുന്ന സാഹചര്യങ്ങളുണ്ടാകും. ED സീസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 2004-2014 50, 100, 1000 ഇരട്ടിയാണ് 2014 മുതൽ 2024 വരെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിൽ, അതായത് 2004-2014 വരെ എൻ്റെ ഇപ്പോഴത്തെ ഒരു റഫ് ഓർമ്മയിൽ 100-112 റെയ്ഡ് മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അത് അത്രമാത്രം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അത് 5000-ന് മുകളിലേക്ക് പോയി എന്നുള്ള കണക്കുകൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2004-2014 താങ്കൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വ്യത്യാസം തന്നെ മനസ്സിലാവും. സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി അഗ്രസീവായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അവർ സീസ് ചെയ്തിരിക്കുന്ന പൈസ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ആൾക്കാർ പലരും ഫൈൻ അടച്ചതിനകത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ വലിയ ഒരു വ്യവസായ കാര്യം 1000 കോടിക്ക് മുകളിലായിരുന്നു അവരുടെ തട്ടിപ്പുണ്ടായിരുന്നു. അവരതിനെ സോഴ്സ് കാണിച്ചു, അവരത് കൃത്യമായിട്ട് ടാക്സ് ഫയൽ ചെയ്യുന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാവാറ്, അത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഫൈസി എന്ന് പറയുന്ന നേതാവിനെതിരായിട്ട് മറ്റു പലർക്കും എതിരെ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെയുള്ള മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, കേസുകളുണ്ട്. ഇവിടെ വിഷയം മണി ലോണ്ടറിങ് അല്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം. ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അത് PFIയുമായി കണക്റ്റഡ് ആയിരിക്കുന്നുവെന്നും PFI ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി SDPIക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നതും എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ കേസ് മണി ലോണ്ടറിങ്ങിലേക്ക് മാത്രം കൊണ്ടുപോയി ഒതുക്കിയിട്ട് അത് ED അങ്ങനെയാണ് ED ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഊരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ വിഷയം എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തോ അല്ല സോഴ്സ് കാണിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പോകാമായിരിക്കും. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇലക്ഷൻ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും അതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നും 2-3 തന്നെയാണ് എന്നുമുള്ള ആരോപണമാണ് മണി ട്രയൽ വഴിയിട്ട് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. സർ, ഇവിടെ അതാണ് ആരോപണം, ഇവിടെ അതാണ് വിഷയം. മണി ട്രയലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ED അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ SDPIയെ കുറിച്ചിട്ട് ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾ എന്താ? ഇപ്പം നടക്കുന്ന BJPയുടെ നേതൃത്വങ്ങൾ അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത് എന്താ? ഈ രാജ്യത്തെ മറ്റ് അന്വേഷണ ഏജൻസി NIA പോലെ അന്വേഷണ ഏജൻസികളുടെ എല്ലാ അന്വേഷണവും ED ഏറ്റെടുത്ത പോലെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കുറ്റാരോപണം മാത്രമാണ് ED അന്വേഷിക്കേണ്ടത്. ആ ED അന്വേഷിക്കുന്ന സാമ്പത്തിക കുറ്റാരോപണം അന്വേഷിച്ചോട്ടെ, കൃത്യമായി മറുപടി കൊടുക്കാൻ SDPക്കുണ്ട്. അതിന്റെ വരവുകൾ, അതിന്റെ സമ്പാദ്യം മൊത്തവും സുതാര്യമാണ്. IT-ക്ക് കൃത്യമായി നമ്മൾ കണക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ മലപ്പുറത്ത് റെയ്ഡ് നടന്നു. അവിടുന്ന് പിടിച്ചെടുത്ത എന്താ? ഞങ്ങൾ IT-ക്ക് കൊടുത്ത കണക്കുകൾ, രസീത് ബുക്കുകളാണ് 50 പിടിച്ചുകൊണ്ട് പോയത്. അവിടുന്ന് ഞങ്ങളുടെ കൊടി പിടിച്ചുകൊണ്ട് പോയി, ജനപ്രതിനിധികളുടെ ഡീറ്റെയിൽ പിടിച്ചുകൊണ്ട് പോയി, ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷന് ഇറക്കിയ മാനിഫെസ്റ്റോ പിടിച്ചുകൊണ്ട് പോയി, അവിടുത്തെ ഓഫീസിലെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി. എന്ന് പറഞ്ഞാൽ ഇപ്പം BJPയുടെ ഓഫീസിലോ അല്ലെങ്കിൽ CPMന്റെ ഓഫീസിലോ കോൺഗ്രസിന്റെ ഓഫീസിലോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വന്ന് റെയ്ഡ് നടത്തിയാൽ കിട്ടാവുന്നതിനപ്പുറത്തേക്കൊന്നും SDPയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഓഫീസിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും അവിടെയും ഒന്നും നേടിയെടുക്കാൻ, കാരണം എന്താ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു ഭീകര പ്രവർത്തനമാണ്, അങ്ങനെ ഒന്നും ഈ SDPയുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ നിലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതിൻ്റെതായ രേഖകൾ, ഞങ്ങൾ ജനങ്ങളുമായി സംവദിച്ച ലഘുലേഖകളാണ് ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ തവണ വഖഫ് സമ്മേളനവുമായി ബന്ധപ്പെട്ടിറക്കിയ നോട്ടീസുകൾ ഇതൊക്കെ പിടിച്ചെടുത്തതാണ്. അതൊക്കെ പിടിച്ചെടുക്കുന്നത് ഞങ്ങൾ പിടിച്ചെടുക്കേണ്ടതില്ല, ഞങ്ങൾ അങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുകൊടുക്കാം. ഞങ്ങൾ 1000 കണക്കിന് ഓഫീസുകൾ തുറന്നിട്ടിരിക്കുകയാണ്.
ഇന്ന് ഏതെങ്കിലും ഒരു ഓഫീസർ വന്നിട്ട് അവിടെ നിന്ന് തുറക്കുന്നില്ലെന്ന് ഒരു പ്രശ്നം പരാതിയില്ല. ഞങ്ങൾ തുറന്നു കൊടുത്തു. ഞങ്ങൾ അതിലേക്ക് കയറാൻ മാധ്യമപ്രവർത്തകരെ അനുവദിച്ചു. അവര് അന്വേഷണ ഏജൻസിയാണ് അനുവദിക്കാത്തത്. ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാൻ SDPI സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഞാൻ ഒരു കാര്യം എനിക്ക് മറുപടി പറയാനുണ്ട് മഞ്ജുഷേ. സുഹൃത്തെ, താങ്കളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്, അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി എന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും ആരോപണമായിട്ട് പറഞ്ഞില്ലല്ലോ. മണി ട്രയൽ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നുമാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരിടത്ത് ഒരു വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മറുതലയ്ക്കിലും സെർച്ച് നടക്കുക, റെയ്ഡ് നടക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായ പ്രോസസ്സാണ്. അവർ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അത് കഴിയട്ടെ. ശ്രീ CK ഷാക്കിർ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ED രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ്. അത് കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി എത്തിയിരിക്കുന്നു എന്നാണ് SDPIയുടെ വാദം. നിങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഇപ്പോൾ SDPIയുടെ വോട്ട് പോലും വാങ്ങുവാൻ UDFന് മടിയില്ലാത്ത ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് ഈ റെയ്ഡിനെ നിങ്ങൾക്ക് എതിർക്കേണ്ടി വരുമോ? അല്ല, എന്നോട് ചോദിച്ച് മഞ്ജുഷന് ഉത്തരം പറയുകയാണെങ്കിൽ പിന്നെ അതിന് അർത്ഥമില്ലല്ലോ. എന്നോട് ചോദിച്ചിട്ടുള്ള മറുപടി പറയാം. നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ശരിയല്ല. അതായത് SDPIയുടെ വോട്ട് വാങ്ങാൻ മടിയില്ലാത്തവരാണ് UDFകാർ എന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും SDPI വോട്ട് വാങ്ങിയിട്ടുള്ളത് LDF ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏതെങ്കിലും പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. അന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന ഡ്യൂട്ടി അവർ ചെയ്യട്ടെ. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി BJPയുടെ ചട്ടുകമായി ടൂളായി പ്രവർത്തിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ടൂളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ SDPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിൻ്റെ ആദ്യ രൂപമായി NDF ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും SDPI ആണെങ്കിലും RSS ആണെങ്കിലും BJP ആണെങ്കിലും ഞങ്ങൾക്ക് നിലപാടുകൾ ഞങ്ങൾ പലതവണ ആവർത്തിച്ചതാണ്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഏതെങ്കിലും പക്ഷം പിടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ SDPIയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തുന്നാലും ശരി, അതിന് തെളിവ് അവരെടുത്തുണ്ടെങ്കിൽ അവർ ആ തെളിവ് അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾക്കതിൽ വിരോധമില്ല. പക്ഷേ കഴിഞ്ഞ കാലത്തെ EDയുടെ ഈ 11-10 വർഷക്കാലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ഇന്ത്യയുടെ പ്രമുഖ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ കേജ്രിവാൾ ആവട്ടെ, ഹേമന്ത് സോറൻ ആവട്ടെ, നേരത്തെ DK ശിവകുമാറിനെ പോലെയുള്ള നേതാക്കന്മാരാവട്ടെ, ഈ പിണറായി വിജയൻ ഒഴികെയുള്ള BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയൻ ഒഴികെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ED ഉപദ്രവിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെയാണ് SDPIയുടെ ഈ ഓഫീസിൽ റെയ്ഡ് നടത്തിയത് എന്ന് നമുക്ക് ഇപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയില്ല. അത് അന്വേഷണ ഏജൻസി കണ്ടെത്തട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പക്ഷം പിടിക്കാനില്ല. അങ്ങനെ പക്ഷം പിടിക്കേണ്ട സാഹചര്യമില്ല. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം തിരുത്തേണ്ടതുണ്ട്. SDPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഈ വോട്ടിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് കിട്ടിയിരുന്നു കേട്ടോ. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അവിടെ UDF. അല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലോ അല്ലെ മറ്റു ഉപതെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത് അത് ഒരു ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമില്ലതല്ലോ. നിങ്ങൾ നോക്ക്, ഇപ്പൊ പത്തനംതിട്ടയിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഈ ചാനൽ തന്നെ ഈ CPM പാർട്ടിയാണെങ്കിൽ CPM SDPIയുടെ പിന്തുണയോടെ ഭരിക്കുന്നുണ്ട്, BJPയുടെ പിന്തുണയോടെ അല്ലെങ്കിൽ സഹായത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഭരിച്ചിരുന്നു. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി ഏതെങ്കിലും സ്ഥലത്ത് കേരളത്തിലെ 2000-ഓളം വരുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട്. ഒരു സ്ഥലത്തും ഇവരാരുടെയും പിന്തുണയോടെ ഞങ്ങൾ ഭരിക്കുന്നില്ല, ഭരിച്ചിട്ടില്ല, ഭരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് നിലപാട് സുവ്യക്തമാണ്. സംശയദൃഷ്ടിയോടെ കാണുന്ന പ്രസ്ഥാനങ്ങളുമായോ പാലക്കാട് പാർട്ടികൾ ആർക്കും വോട്ട് ചെയ്തെന്നുള്ളതല്ലോ. അത് ഒരു പാലക്കാട് UDFനായിരുന്നു പിന്തുണ SDPI. അതിന് പ്രധാന കാരണം നമുക്കറിയാം. അവിടെ സ്വാഭാവികമായും BJP മറുവശത്ത് വരികയും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ നയം സ്വീകരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജയസാധ്യത ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ UDFുമായിട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അലയൻസിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല.
അത് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് വോട്ട് ചെയ്യണം എന്നുള്ളത്. അത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ്. ആ അവകാശം പാർട്ടി വിനിയോഗിച്ചു എന്ന് അല്ല, പാലക്കാട് SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ UDFനായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് സ്വീകരിച്ചിട്ടുമുണ്ട്. അന്ന് വലിയ ചർച്ചയായ വിഷയമാണ്. ശ്രീ ഇവര് ഒരു തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ അല്ല അത് നിങ്ങൾ തിരുത്തേണ്ടതാണ്. ആ മഞ്ജുഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തേണ്ടതാണ്. ഞങ്ങൾ SDPയുടെ വോട്ട് വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകളല്ല. വോട്ട് ചെയ്യുന്നത് വേണ്ട എന്ന് പറയാൻ, അത് വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നിലപാടിന് സാഹചര്യത്തിന് വോട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ മുന്നണിയായി ഭരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, പത്തനംതിട്ട ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. LDF എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്? ഞങ്ങൾ ഏതെങ്കിലും ഒരു ത്രിതല പഞ്ചായത്തിലെ വേറെ എവിടെയെങ്കിലും ഇവരുമായി ചേർന്ന് ഭരിക്കുന്നുണ്ടോ? പാലക്കാട്ട് BJPക്ക് ഭരിക്കാൻ ആദ്യമായി സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? LDF അല്ലേ? CPM അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ആരോപണം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? തരാതരം പോലെ LDFും UDFും SDPയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലല്ല, നിങ്ങളൊരു പക്ഷം പിടിക്കാനില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണോ? ഇവിടെ ഈ റെയ്ഡിനെ റെയ്ഡിനെ പിന്തുണയ്ക്കുകയോ റെയ്ഡിനെ എതിർക്കുകയോ ചെയ്യുന്നില്ല പിന്തുണയ്ക്കുകയോ റെയ്ഡിനെ എതിർക്കുകയോ ചെയ്യുന്നില്ല ഷാക്കിർ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ. ഒരു അന്വേഷണ ഏജൻസി അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിൽ നമ്മൾക്ക് മുൻധാരണ വെക്കാൻ പാടില്ല. എന്നാൽ ഇവരുടെ EDയുടെ പഴയകാല സ്വഭാവം വെച്ചിട്ട് 90% കേസുകളും ഇത് പിന്നെന്താ വ്യാജമായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ EDയുടെ ഈ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ പാർട്ടികളെ ഇവർ കൈകാര്യം ചെയ്ത രീതി നമുക്കറിയാം. എന്നാൽ SDPയെ സംശയത്തോടെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നത് നമ്മൾ വേണ്ടെന്ന് പറയുന്നത് എന്തിനാണ്? അന്വേഷണം നടത്തോട്ടെ, സത്യസന്ധമായ അന്വേഷണം നടത്തോട്ടെ. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഇവർക്ക് മുൻകൂർ ജാമ്യം എടുക്കുവാനുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് EDയുടെ മുൻ അന്വേഷണങ്ങളാണ്. അതിൽ പല അന്വേഷണങ്ങളും ഈ കുറെ പേരെ പിടിച്ച് അകത്തിടുന്നതല്ലാതെ പിന്നീട് അങ്ങോട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണല്ലോ. ഒരുപാട് ചർച്ചകൾ അതേക്കുറിച്ച് വന്നിട്ടുള്ളതാണ്. അത് വെച്ചുകൊണ്ടാണ് SDPI ഇപ്പോൾ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു രേഖകളും പിടിച്ചിട്ടില്ല. അത് സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഓഫീസ് റെയ്ഡ് ചെയ്താൽ കിട്ടുന്ന സാധാരണ കുറെ ഡോക്യുമെന്റുകളോ കുറെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ വെച്ചിരിക്കുന്ന കുറെ നോട്ടീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണെന്നാണ് SDPയുടെ അവകാശവാദം. മഞ്ജുഷേ, ഇതിനകത്ത് ഞാൻ ജൂലൈ 27, 2022 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത വായിക്കാം. ED റെയ്ഡ്സ് അപ്പ് by 27 times in 2014-22 compared to 2004-14 എന്നാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2004 മുതൽ 2014 വരെ വെറും 112 സെർച്ചുകൾ മാത്രമാണ് ED നടത്തിയതെന്നുണ്ടെങ്കിൽ 2004 മുതൽ 2022 വരെയുള്ള 8 വർഷത്തിൻ്റെ ഇടയിൽ മാത്രം അത് 3010 ആണെന്നുള്ളത്. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടയിൽ 5500 സംതിങ് കോടിയാണ് ED സീസ് ചെയ്തെന്നുണ്ടെങ്കിൽ 2014 മുതൽ 2022 വരെ അത് 1,00,000 കോടിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് 23 കേസുകളിനകത്ത് ശിക്ഷിക്കുന്ന കാര്യം ഉണ്ടായി. ബാക്കി കേസുകളിൽ കുറേ ട്രയൽ നടക്കുന്നുണ്ട്. ബാക്കി പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ ശിക്ഷിച്ച കേസുകൾ 23 അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ 40 മുകളിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ബാക്കി കേസുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു, ബാക്കിയുള്ളവരെ മുഴുവൻ വെറുതെ വിട്ട് കഴിഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പച്ച പാവങ്ങളായിരുന്നു, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്നവരായിരുന്നു എന്നൊന്നും അർത്ഥമില്ല. ബാക്കിയുള്ള പലതിനകത്തും ട്രയൽ നടക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ പലർക്കും സോഴ്സ് കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കണക്കുകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകളിൽ നിന്ന് തന്നെ EDയുടെ എഫിഷ്യൻസി 2014 ശേഷം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതിനകത്ത് ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട്. അതിപ്പോൾ UDF പ്രതിനിധിയോടും പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അനൗദ്യോഗിക സഖ്യകക്ഷിയായ SDPIയോടും പറയുകയാണ്. ഞാനൊരു കാര്യം പഞ്ചായത്തിൽ UDF ഭരിക്കുന്നത് SDPയുടെ പിന്തുണയിലാണ്. ഷാക്കിർ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ അത് എനിക്ക് വേറെ മറുപടി കൊടുക്കാം. ഒരു വഴി പഞ്ചായത്ത് അവിടെ അൻസാരി പറയട്ടെ മാറിയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പോഴും അങ്ങനെയാണ്. വഴി മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് ഷാക്കിർ ഇപ്പം അങ്ങനെ ഷാക്കിറിന്റെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് ലീഗ് ജയിക്കുന്നത്? പക്ഷേ ഇത് സഖ്യകക്ഷിയായിട്ട് തന്നെ ഭരിക്കുന്നുണ്ട്. പിന്തുണയോടെ ഭരണം നടത്തുന്നുണ്ട് കോൺഗ്രസ് ഇല്ലേ? മഞ്ജുഷ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. മഞ്ജുഷ്
ഷാക്കിറെ ഞാൻ ബാക്കി പറഞ്ഞോട്ടെ, നിങ്ങൾ അവിടെ അടങ്ങി നിൽക്കുന്നേ, ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന് മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ സാദിഖ് അലി തങ്ങളുടെ ഇന്റർവ്യൂല് ജമാഅത്തെ ഇസ്ലാമി, SDP തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള ലീഗിന്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ടതാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മറുപടി കേട്ടാണ്. ഇനി അത് വിടൂ. CP ജോൺ, നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം UDF-നകത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളില് ഒരു പാർട്ടി മാത്രമാണ് നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള UDF-ന്റെ ലീഗിനെ പോലെ തന്നെ UDF-ന്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് CP ജോൺ. CP ജോൺ എന്താണ് പറഞ്ഞത്? SDP-യുമായിട്ടുള്ള ബന്ധം തുറന്നു തന്നെ സമ്മതിക്കണം, മുമ്പോട്ട് പോകണം എന്നുള്ള നിലയിലാണ് CP ജോൺ പറഞ്ഞത്. അല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പൊ UDF-ന്റെ മൊത്തം കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അലയൻസ് പാർട്ണർ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോ നിങ്ങളുടെ ഘടകകക്ഷികൾക്കകത്തുള്ള പല പാർട്ടികളും അവരെ ഓപ്പണായിട്ട് എൻഡോഴ്സ് ചെയ്യാൻ തയ്യാറാണെന്നേ. മുരളീധരൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലേ, SDP വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിന് ലഭിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇവരെല്ലാവരും തുറന്നു പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണെന്ന് ഈ തലേ തുണിയിട്ടുകൊണ്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത്? നേരിട്ട് നിങ്ങൾക്കും അങ്ങ് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് ഇത് ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനും ഒക്കെ പോകുന്നത്? നിങ്ങളുടെ UDF-ന്റെ അകത്തുള്ള നേതാക്കൾ പറഞ്ഞ കാര്യമാണ്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. BJP-ന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഞങ്ങൾക്കില്ല. അല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. അത് അല്ല, നിങ്ങൾ ആദ്യം അദാനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അദാനിയുടെ കാര്യമൊക്കെ അവിടെ വിടുന്നത്. നിങ്ങൾ നേരെ അദാനിയിലേക്ക് പോയല്ലോ. ലീഗിനെ തൊട്ടപ്പോ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അല്ല, ഇത് തെറ്റിദ്ധാരണ വരുത്തരുത് ശ്രീ ഷാക്കിർ. ഇപ്പോഴും UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമുണ്ട് SDP-യുടെ പിന്തുണയിൽ. നിങ്ങൾ ഒരു തവണ പോലും ഈ റെയ്ഡിനെ അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷം പിടിക്കാനില്ല എന്നാണ്. അപ്പോൾ SDP-യെ തള്ളിപ്പറയാൻ UDF-ന് കഴിയുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SDP-യുടെ വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ പറയട്ടെ അല്ല എന്ന്. അല്ല മഞ്ജുഷേ, ഒരു കൂട്ടര് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അവരെ പോയി കൈ പിടിച്ചു വെച്ച് മാറ്റി ചെയ്യാൻ പറയണോ? അതെന്ത് ജനാധിപത്യത്തിൽ എന്ത്? ആ പാർട്ടിയുടെ ആൾ ഔദ്യോഗികമായി പറഞ്ഞില്ലേ? മാത്രവുമല്ല, നമുക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ എത്ര ഉദാഹരണമുണ്ട്. തൃശ്ശൂരിൽ പറഞ്ഞിരിക്കുന്നത് SDP UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. അത് അത്ര വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നാണ്. മാധ്യമത്തിന്റെ വാർത്തയാണിത്. അല്ല, നിങ്ങൾ പറയേണ്ട ഒരു മറുപടി മഞ്ജുഷ, ഇദ്ദേഹം പറയേണ്ട ഒരു മറുപടി ED-യെ കുറിച്ച് ഇപ്പോൾ, അതായത് ഈ പരൽമീന് പിടിക്കുന്ന നിങ്ങൾ തിമിംഗലത്തെ വിട്ടുകളയുന്നത് എന്തിനാണ്? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് പല അന്വേഷണ ഏജൻസികളും കുറ്റാരോപിതരായിട്ടുള്ള അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ ED-യെ പറഞ്ഞേക്കാത്തത്? നിങ്ങൾക്ക് നട്ടലുണ്ടോ? അല്ല, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇവ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിമാരെ ഒക്കെ നിങ്ങൾ ED-യെ വിട്ട് പേടിപ്പിക്കുന്നുണ്ടല്ലോ? അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നു പറയണ്ട. അദാനിക്കെതിരായിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന തെളിവ് ED-ക്കെതിരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുസ്ലിം ലീഗ് ഒരു പത്രസമ്മേളനം വിളിക്കും. പ്രശ്നം തീർന്നില്ലേ? സുരേന്ദ്രനെതിരെ കൊടുത്തിട്ടുണ്ട്. വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയില്ലേ? അല്ല, ഞാൻ ഷാക്കിറെ നിങ്ങൾക്ക് അങ്ങനെ തെളിവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് പറയൂന്നേ. സുരേന്ദ്രനെതിരെ അന്വേഷണ ഏജൻസികൾ തന്നെ 2 തവണ ED-യോട് അന്വേഷിക്കണം. കണ്ടെത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചല്ലോ. 350 കോടി രൂപ കുഴൽപ്പണമാണ് കൊടകരയിൽ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോർപ്പറേറ്റ് കുഴൽപ്പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ED അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസി 2 തവണ ED-യോട് ആവശ്യപ്പെട്ടു. അത് മാത്രമല്ലല്ലോ, സതീഷ് എന്ന് പറയുന്നത് തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി, അദ്ദേഹം പറയാം 6 ചാക്കിനകത്ത് ഓഫീസിലേക്ക് BJP-യുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അതിൽ 3 ചാക്ക് കിട്ട് പൈസ അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വാർത്താ സമ്മേളനം വിളിച്ച് 3 തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു.
ഇത് പച്ചയായി കേരളത്തിൽ നിൽക്കുമ്പോൾ ED എന്തുകൊണ്ടാണ് അവിടെ അന്വേഷിക്കാത്തത്? നേരത്തെ പറഞ്ഞതുപോലെ അദാനിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അത് പിന്നെ കള്ളപ്പണമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ഏജൻസി അന്വേഷിക്കുന്നില്ല? ഈ STP കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പിന്നെ ചെറിയ തുകകൾ പറഞ്ഞ് വലിയ പെരുപ്പിച്ച് കാണിക്കുന്നതല്ലാതെ ഈ പറയുന്ന തുകയുടെ പരിസരത്ത് വരുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറയുന്നത്. ഇത് MK ഫൈസി മാത്രമല്ല കേട്ടോ. MK ഫൈസി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റാണ്. രാജ്യത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, ഈ രാജ്യത്തെ 2 പാർട്ടി പിന്നെ സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് AAP. ആ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു കെജ്രിവാൾ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതുപോലെ തന്നെ സോറൻ, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹം അതിനുശേഷം നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. എത്രയെത്ര രാഷ്ട്രീയ നേതാക്കൾ MK ഫൈസിയോട് PFI നേതൃത്വം തന്നെ നേരത്തെ ആവശ്യപ്പെട്ടതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അന്ന് SDP-യുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത് PFI ആണ്. എന്ത് തെളിവാ? ED പറയുന്നതിന് അപ്പുറത്തേക്ക് എന്ത് രേഖകളാണ്. ഞാൻ പറയാം, ED എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇവിടുത്തെ പൗരസമൂഹത്തിന് ED എന്ന് പറയുന്നത് വെറും കോമഡിയായി മാറി. അത് ആരൊക്കെ പറഞ്ഞു? ഇത് SDP മാത്രമല്ലല്ലോ പറയുന്നത്. ഇവിടുത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട് പിഴുതെടുക്കും, വീട് ബുൾഡോസർ കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞ ആരാ? ED പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ED എന്ന് പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് ED പിന്നെ വീട്ടിനകത്ത് പൈസ സൂക്ഷിച്ചിരിക്കുന്നു. RSSകാരുടെ ചെപ്പടിക്ക് നിൽക്കുന്ന അന്വേഷണം മാത്രമല്ല, ഇത് കേന്ദ്ര ഏജൻസികൾ മുഴുവനായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അവിടെ NIA-യുടെ സാന്നിധ്യവും ഉണ്ടാവും. കാരണം PFI നിരോധിച്ചതിന് ശേഷവും NIA അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ടല്ലോ. PFI-യുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പലതരം റെയ്ഡുകൾ ഉണ്ടായല്ലോ. പല നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ശ്രീ അൻസാരി, മറുപടി. ശ്രീ യുവരാജ്. അല്ല മഞ്ജുഷേ, ഇതിനകത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടകരയിൽ ഒരു 3.5 കോടിയുടെ വിഷയം ഉണ്ടായിട്ടുണ്ട്. കൊടകരയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ മൊത്തത്തിൽ സീസ് ചെയ്തിരിക്കുന്ന 27 കോടി രൂപ എന്തോ ഇത് ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മുഴുവനും ED അന്വേഷണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നും പൈസ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തുകയുടെ എണ്ണം വളരെ വലുതാണ്. 27 കോടി എന്നല്ല, അത് 500 കോടിക്ക് പുറത്താണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിൻ്റെ പുറകിൽ ഇന്നേ വരെയും രാജ്യത്തൊരിടത്തും ED അന്വേഷണം പ്രഖ്യാപിച്ച ചരിത്രം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന താങ്കളുടെ അനൗദ്യോഗിക സഖ്യകക്ഷിയായിട്ടുള്ള UDF-ന്റെ പ്രതിനിധിക്ക് പോലും എതിരഭിപ്രായമില്ല. കാരണം അവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ്, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പോൾ അവരും കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പറഞ്ഞത്. അതിനുശേഷം അവരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയം സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് തരാതരം പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്ന രാജ്യത്തെ സോ കോൾഡ് ഫാഷിസ്റ്റ് വിരുദ്ധ ചേരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം പിന്നെ ജനങ്ങൾ മുഴുവൻ താങ്കളുടെ SDP ഓഫീസിൽ വന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടങ്ങ് പോവുമല്ലേ. നിങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നങ്ങ് പറഞ്ഞാൽ മതി. ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്തല്ല. ഞാനൊരു കാര്യം പറയട്ടെ. 23 സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. 700-ലധികം ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയാണ്. പിന്നെ കർണാടകയിൽ കോർപ്പറേഷൻ ഭരണത്തിൽ പങ്കാളിയായ ഒരു പാർട്ടിയാ. 7 പഞ്ചായത്ത് അവിടെ ഭരിക്കുന്നുണ്ട് പാർട്ടി. ഇത് നിസ്സാരമായി നിങ്ങളങ്ങ് തള്ളി. ഒരു പിന്നെ വാജ്പേയി ഭരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് BJPക്ക് ഇതേ അവസരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എത്ര പിന്നെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു? അന്ന് BJP ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പം പുച്ഛിച്ച് തള്ളിയവരുണ്ട്, നിങ്ങളെ കളിയാക്കിയവരുണ്ട്, BJPക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് പിന്നെ വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് പിന്നെ SDP. അന്ന് ഉണ്ടായിരുന്നോ? പകരം അന്ന് സിമി ഉണ്ടായിരുന്നു. സിമി രൂപം മാറി മറ്റു പല രൂപങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുണ്ട്, SDP ആയിട്ടുണ്ട്. താങ്കളുടെ വായിൽ നിന്ന് തന്നെ താങ്കളുടെ അസ്തിത്വം എന്താണ്, പിതൃത്വം എന്താണ്, കഴിഞ്ഞ 16 വർഷമായി പാർട്ടി വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പുറത്തു വന്നു. സമ്മതിച്ചല്ലോ. വളരെ സന്തോഷം. അല്ല, വാജ്പേയിയുടെ കാലം മുതൽ പറഞ്ഞു വാജ്പേയിയുടെ ഭരണത്തിന് മുമ്പ്
ബി ജെ പിക്ക് മെമ്പർമാരില്ലായിരുന്നു അന്നത്തെ കാലത്ത് നിങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആണല്ലോ. വാജ്പേയിയുടെ ഭരണത്തിന് മുമ്പ് ബി ജെ പിക്ക് 2 എംപിമാര് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഭാവിയിൽ ഫാഷിസം വളർന്നു വരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ SDP അല്ല, അന്ന് സിമി ആയിരുന്നു ഉണ്ടായിരുന്നത്, നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു. സിമി പറഞ്ഞു, പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ എന്താണ് SDP എന്നുള്ള പേരിൽ പുറത്തുചാടുക എന്നൊക്കെ നിർത്തുന്നേ. 2009 പാർട്ടി രൂപീകരിക്കുമ്പോൾ 2009 വാജ്പേയി അല്ലല്ലോ, അതിനുശേഷം വാജ്പേയി അല്ലല്ലോ ഭരിക്കുന്നത്. അല്ലല്ല, താങ്കളുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. 2009 എംപിമാരില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോ പലരും ഞങ്ങൾ പരിഹസിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. 2009 പാർട്ടി രൂപീകരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എവിടെങ്കിലും നിന്നവർ വന്ന് പാർട്ടി ജോയിൻ ചെയ്തതല്ല. ഈ രാജ്യത്തെ വിവിധ മണ്ഡലങ്ങളിൽ ഇടപെട്ടവരാണ്. ഒരു സെക്കൻഡ്, അത് ഇവിടെ ഈ ED പറയുന്നതും താങ്കൾ പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലല്ലോ. ദിസ് ഡോക്യുമെന്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ദ ട്രൂ ഒബ്ജക്റ്റീവ് ഓഫ് PFI, ഡിസ്ക്രൈബിംഗ് ഇറ്റ് ആസ് ആൻ ഓർഗനൈസേഷൻ കമ്മിറ്റഡ് ടു അഡ്വാൻസിംഗ് ആൻ ഇസ്ലാമിക് മൂവ്മെന്റ് in India by endorsing the principles of jihad in all forms. It positions itself internally as an Islamic movement and externally as a social movement. To achieve these goals, PFI has established SDPI, which is referred to as party at point 4 above. അപ്പോൾ ഈ പറയുന്ന പാർട്ടി എന്നത് SDPI ആണ്. ഇസ്ലാമിക് മൂവ്മെന്റ് അതുപോലെ ജിഹാദ്, ഇതാണോ SDP? എന്ന് പറയുന്ന പറയുന്നത് എന്നുമല്ല നമുക്ക് ഒരു നിലയിലും മുഖവിലേക്കെടുക്കാൻ കഴിയില്ല. അത് കോടതി പറയട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു ഇസ്ലാമിക് മൂവ്മെന്റ് ആണോ, ഇതൊരു ജിഹാദി മൂവ്മെന്റ് ആണോ? നിങ്ങൾക്ക് എന്ത് തെളിവാണ്? EDയുടെ പേപ്പർ അല്ലാണ്ട് വേറെ എന്ത് തെളിവാണ്? ഇതിന്റെ പ്രവർത്തന പാത ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു SDP നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പിന്നെ PC ജോർജ് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി വെളിയിലിറങ്ങിയത്. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ പേരില? മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ. ഏതെങ്കിലും SDPയുടെ പേരിൽ വന്നിട്ടുണ്ടോ? BJPയുടെ നിരവധി ആളുകളുടെ പേരുകൾ നമുക്ക് പറയാം. BJP ഒരു വർഗീയ സംഘടനയാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനമുണ്ട്. പക്ഷേ SDP സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? ഏതെങ്കിലും പാർട്ടി, ഏതെങ്കിലും ലഘുലേഖ SDP ഇറക്കിയിട്ടുണ്ടോ? മൂവ്മെന്റ് ജിഹാദി മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട്? ഇല്ല. എന്ന് മാത്രമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ SDP നേതാക്കൾ പ്രസംഗിക്കുന്നതിന്റെ ക്ലിപ്പുണ്ടോ? ഒരു രേഖയുമില്ല. ഇതിന്റെ മാനിഫെസ്റ്റോ എന്താണ്? 2 വർഷമായി നിരോധിച്ച പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടിട്ടും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ PFIയുടെ വാലി തൂങ്ങിയതായിരുന്നു എങ്കിൽ 2 വർഷം മുമ്പേ ഇത് തീർന്നു പോയനെ. 2 വർഷം ED പറയുന്നത് ഒരു മുഖവിലേക്ക് എടുക്കണ്ട, BJP പറയുന്ന ഒരു മുഖവിലേക്ക് എടുക്കണ്ട, നാട്ടിൽ അന്വേഷണ ഏജൻസികൾ പറയുന്നതൊന്നും മുഖവിലേക്ക് എടുക്കണ്ട. നാളെ കോടതി ഇവർക്കെതിരെ പറഞ്ഞാൽ കോടതിയെ RSSും BJPയും ചേർന്ന് വിലയ്ക്ക് വാങ്ങിയെന്ന് പറയും. അവർ പറയുന്ന മുഖവിലേക്ക് എടുക്കണ്ട. ഇവർ ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല, വർഗീയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, ഇവരെ ആരെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിക്കേണ്ട. UDFന്റെ അകത്തോ LDFന്റെ അകത്തോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ കൊണ്ട്, അല്ലെങ്കിൽ UDFനകത്തോ LDFനകത്തോ ഔദ്യോഗികമായിട്ട് നിങ്ങളെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ പറയാമോ? ഇവിടെ ഇരിക്കുന്ന UDFന്റെ പ്രതിനിധി ഷാക്കിറിനെ കൊണ്ട് നിങ്ങൾ നല്ല മതേതര പ്രസ്ഥാനമാണ്, നിങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊന്ന് പറയിക്കാമോ? അത് മാത്രം പറയിച്ചാൽ. BJPയുടെ ലക്ഷ്യം എന്താണെന്ന് അല്ല, നിങ്ങൾ അത് മാത്രം ഒന്ന് പറയിച്ചാൽ. നിങ്ങൾ ED പറയുന്ന കേൾക്കണ്ടെന്നേ, നിങ്ങൾ ഞങ്ങൾ പറയുന്ന കേൾക്കണ്ടെന്നേ. നിങ്ങൾ ഷാക്കിറിനെ കൊണ്ട് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? BJP എത്ര പാർട്ടികൾ അംഗീകരിക്കുന്നുണ്ട്? BJP എത്ര പാർട്ടികൾ നിങ്ങൾ മാടപ്രാവുകളാണ്, നിങ്ങൾ മതേതരത്വത്തിന്റെ അപ്പോസ്തലരാണെന്ന് പറഞ്ഞല്ലോ. ശരി, നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അംഗീകരിപ്പിച്ചു തന്നാൽ മതി. ബാക്കി പറയുന്ന മതേതര പാർട്ടികളെ കൊണ്ട് അംഗീകരിപ്പിച്ചു. SDP തള്ളിപ്പറയാൻ ഷാക്കിറിന് മടി കാണും, SDP പൂർണ്ണമായിട്ടും തള്ളിപ്പറയാൻ മടി കാണും, പക്ഷെ അംഗീകരിക്കാനും പറ്റില്ലല്ലോ. അല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്കകത്ത് കയറുന്നു എന്നാ പിന്നെ ഞങ്ങൾക്ക് നോക്കാമല്ലോ.
മുന്നണിക്കകത്തുണ്ടെന്നേ. തമിഴ്നാട്ടിൽ പ്രധാന പ്രതിപക്ഷ കക്ഷി ഏതാണ്? ഞാൻ UDF LDF ആണ് പറഞ്ഞത്. ഇന്ത്യയും 21 സംസ്ഥാനങ്ങളുള്ള നിങ്ങൾ 21, നിങ്ങൾ അതിപ്പോ CPM പറയാം അവർ 30 സംസ്ഥാനത്തുണ്ടെന്ന്, അതൊന്നും പറഞ്ഞ കാര്യമില്ല. അതല്ല പറഞ്ഞത്. കേരളത്തിനകത്ത് നിങ്ങൾ UDF-ലോ LDF-ലോ ഔദ്യോഗികമായിട്ടത് കയറി കാണിച്ചു തരാമോ? നിങ്ങൾ UDF-ലോ LDF-ലോ ഔദ്യോഗികമായിട്ടത് കയറി കാണിച്ചു തരാമോ? അവരെ കൊണ്ട് നിങ്ങൾ LDF-ന്റെ ഒരു നേതൃയോഗത്തില് അല്ലെങ്കിൽ UDF-ന്റെ ഒരു നേതൃയോഗത്തില് അവരെ രാത്രി ഇരുട്ടത്ത് തലേ തുണിയിട്ട് നിങ്ങളുമായിട്ട് സഹകരിക്കും. ഞങ്ങൾക്കറിയാം. അതിന്റെ അല്ല പറഞ്ഞത്. ഓപ്പൺ ആയിട്ട് അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കോ എങ്കിൽ പിന്നെ നിങ്ങൾ മുന്നണി രൂപീകരിച്ചാണല്ലോ. അതായത് ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി SDPI പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് നിങ്ങളുടെ പാർട്ടിയുടെ പേര് അതായിരുന്നല്ലോ. എന്നാൽ നിങ്ങൾ കേൾക്ക്, RSSന്റെ 1951 മുതൽ 1977 വരെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു? ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞുതരൂ. ഭാരതീയ ജനസംഘം. പിന്നീട് നിങ്ങൾ ഭാരതീയ ജനസംഘം അതെ നിങ്ങൾ അതിന്റെ ജന്മദിനം വരെ ഞങ്ങൾ ഇന്നും ആഘോഷിക്കുന്നത്. സംസ്ഥാന ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താണ് പ്രതിമ, അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു വെച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. ഇതേ ചാനലിൽ ഞാൻ RSS തീവ്രവാദിയാണെന്ന് പറഞ്ഞതിന് ചില ആളുകൾ എന്നെ വിമർശിക്കാൻ വന്നു. ഞാൻ അതേ സംഗതി ആവർത്തിക്കുകയാണ്. പേര് നിങ്ങളും മാറ്റിയിട്ടുണ്ട്, NDF മാറ്റിയിട്ടുണ്ട്. രണ്ട് കൂട്ടര്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. മറയില്ലാതെ പറയുന്നു, തലയിൽ തുണിയില്ലാതെ പറയുന്നു. RSSന്റെ ഭൂരിപക്ഷ വർഗീയതയും NDF ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പഴയ കക്ഷിയുടെ പുതിയ രൂപമായിരുന്നാലും ന്യൂനപക്ഷ വർഗീയതയും ഈ രാജ്യത്ത് ആപത്താണ് എന്ന് ആവർത്തിച്ച് പറയുന്ന, തുറന്ന് പറയുന്നവരാണ് ഞങ്ങൾ. മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ വർഗീയതയും രാജ്യത്തിന് ആപത്താണ് എന്ന് ഞങ്ങൾ പറയും. മറ്റൊരു സംഘടന ഇത് രണ്ടും പോപ്പുലർ ഫ്രണ്ട് ഘടകമാണ്. പച്ചയ്ക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിന് ആപത്ത് തന്നെയാണ്. ജനസംഘം എന്ന പേരുണ്ട്, പറയുന്നുണ്ടല്ലോ. ഭാരതീയ ജനസംഘം പേര് മാറിയാണ് ഭാരതീയ ജനതാ പാർട്ടി ചരിത്രമാണല്ലോ. പറയുന്ന കാര്യമാണല്ലോ. ഞങ്ങളത് പച്ച വെളിച്ചം പോലെ പറയുന്ന അദ്ദേഹത്തിന് ഉത്തരം മുട്ടിയപ്പോ അദ്ദേഹം എന്താ പറയാ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കാണ്. ഉത്തരം മുട്ടിയപ്പോ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് മര്യാദല്ല. നിങ്ങൾ നേരത്തെ അവര് പേര് മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞു. SDPI ന്യായീകരിക്കുവാനാണല്ലോ കൂടുതൽ സമയവും മെനക്കെടുക്കുന്നത്. SDPI ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ്. അവരെ കൊണ്ട് പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ് വ്യത്യാസം. അത് ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. രണ്ട് കൂട്ടർ കണക്കാണ്. ഞങ്ങൾക്ക് രണ്ട് കൂട്ടരും കണക്കാണ്. രണ്ട് കൂട്ടരും നിങ്ങൾ രണ്ട് കൂട്ടരും ഈ സമൂഹത്തിന് അല്ല, രണ്ട് കൂട്ടരും നിങ്ങൾ പള്ളികൾ തകർക്കുക, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുക. നിങ്ങളെ പണി വേറെന്താണ്? നിങ്ങളെ പണി? ബിജെപിന്റെ പണി ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നത്. അല്ലല്ലേ? അല്ലേ? നിങ്ങൾ അതിനെ നിരോധനത്തിന് മറവില്ല. എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? എന്താ ED അന്വേഷണം നടത്താത്തത്? അല്ല, നിങ്ങൾ ED അതൊക്കെ ചെയ്തവരോട് പോയി പറ, ഞങ്ങളോട് പറയണ്ട. അല്ല, നിങ്ങൾ ഒരു തവണ പോലും ഷാക്കിർ SDPയെ തള്ളി പറയുന്നില്ല കേട്ടോ. ഒരു തവണ പോലും ഷാക്കിർ SDPയെ തള്ളി പറയുന്നില്ല. അതെ, നിങ്ങൾ രണ്ടും ഒന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ മഞ്ജുഷേ, ഞങ്ങള് ഈ NDF ഒന്ന് ആദ്യം ഇപ്പോഴത്തെ SDPI വരെ അതിശക്തമായി എതിർക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതെന്താ നിങ്ങൾ കണക്കിലെടുക്കത്ത്? ഞാൻ പറഞ്ഞില്ലേ, NDFനെ ഏറ്റവും ശക്തമായി ക്യാമ്പയിൻ നടത്തി
ഞങ്ങൾ മാത്രമല്ല, മുജാഹിദ് സംഘടനകൾ, സമസ്ത വിഭാഗങ്ങൾ എല്ലാവരും ഇവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചതാ. നിങ്ങൾ നോക്ക്, 2000-ഓളം ത്രിതല പഞ്ചായത്ത് സംവിധാനം കേരളത്തിലുണ്ട്. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഈ SDPI ഭരിക്കുന്നുണ്ടോ? എന്തേ കേരളത്തിൽ 1 കോടിയോളം മുസ്ലിങ്ങളില്ലേ? ഒരു ശതമാനം അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി CPM തെറ്റ് പറയല്ലേ? ഭരിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ പറഞ്ഞോ, ഒരു വഴിയിൽ ഭരിക്കുന്നുണ്ടല്ലോ UDF-ന്റെ കൂടെ, പിന്നെ LDF-ന്റെ കൂടെ പഞ്ചായത്തിലുണ്ട്. 100-ലധികം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ട്. അല്ല, താങ്കൾ ഒരിടത്തും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ തെറ്റ് തിരുത്തിയത്. ഒരിടത്തും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തെറ്റ് തിരുത്തിയത്. അൻസാരിക്ക് ഇതിനകത്ത് ഇടപെട്ട് പറയാം. വസ്തുത പരിശോധിച്ചോ? നിങ്ങൾ വസ്തുത കണക്കെടുത്ത്, ഞാൻ വേണമെങ്കിൽ എന്റെ അടുത്ത് അതിന്റെ ഡാറ്റ ഉണ്ട്, ആ ഡാറ്റ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇവർക്ക് പിന്തുണയില്ലെന്നേ. പിന്നെ ഈ നിങ്ങൾ നോക്ക്, നിങ്ങൾ കണക്കെടുത്തോ, 100-ലധികം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിക്കുന്നത്, ഒരു പഞ്ചായത്തിൽ ഭരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ കേരളത്തിൽ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു പാർട്ടിയായി SDP വളരും, അതിലൊന്നും സംശയമില്ല ഷാക്കിര, പ്രശ്നമില്ല. നിലവിലെ പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ചിലർക്ക് വിട്ടു നിൽക്കുന്നതോ ചിലർക്ക് ഒരുപക്ഷെ ഗുണമായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ചർച്ചയിലല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഷാക്കിറുമായി ആ അർത്ഥത്തിൽ വേണമെങ്കിൽ വേറെ ചർച്ച നടത്താം. ഇപ്പോ ഷാക്കിർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിന്നെ BJP-യുടെ പ്രതിനിധിയുടെ താല്പര്യം മുസ്ലിം ലീഗും SDPയും അടിച്ചു പിരിയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അടിച്ചു പിരിയാൻ അൻസാരി പറയുന്നത് മുസ്ലിം ലീഗും SDPയും തമ്മിൽ ഭിന്നിക്കണം, അടിച്ചു പിരിയണം എന്നതാണ് BJP-യുടെ താല്പര്യമെന്ന്, അതിൽ വീഴരുതെന്നാണ് അൻസാരി പറയുന്നത്. അത് BJPക്ക് ആഗ്രഹം. ഇത് മാത്രമല്ല, മതേതര ചേരികളെല്ലാം ഒന്നിക്കുന്നത് BJPക്ക് ഭയമാണ്. അത് മുസ്ലിം ലീഗ് എന്നല്ല, ഇടതുപക്ഷവും നല്ല, കോൺഗ്രസും അല്ല. ഇവിടുത്തെ മതേതര ചേരികൾ അതിനെ BJPക്ക് ഭീഷണിയാണ്, അതിനെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് 2015 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലേക്ക് ഇവർക്ക് എത്ര മെമ്പർമാരുണ്ടായിരുന്നു? ഇപ്പൊ എത്ര എണ്ണമുണ്ട്? ഇനി അടുത്തിൽ നിൽക്കോ വട്ടപൂജ്യമാകും. ഈ നിങ്ങൾ നോക്ക്, ജനങ്ങൾ വൈകാരികമായി ചിലപ്പോൾ ചില സമയത്തൊക്കെ ആളുകൾ ചില സംഗതികളൊക്കെ സപ്പോർട്ട് ചെയ്യും. കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോരും. ആ പുറകോട്ട് പോകാൻ ആളുകൾക്കിടയിൽ ആശയപരമായി, ആദർശപരമായി ആളുകളെ ബോധ്യപ്പെടുന്ന പണിയാണ് ഞങ്ങളൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, മതസംഘടനകൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് വികാരത്തിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമല്ല നമ്മുടെ കേരളക്കരയിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളത്. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ മറ്റ് ഭൂരിപക്ഷം വരുന്ന മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അതേ നിലപാടാണ്. അത് BJP ആണെങ്കിലും SDP ആണെങ്കിലും ഞങ്ങൾ ഒരേ നിലപാട്. ശരി ശരി, അൻസാരി മറുപടി. ഏതായാലും പിന്നെ ഷാക്കിർ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഒരു ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും കൂടെ സമീകരിക്കുന്നത് എത്രമാത്രം ആപത്താണ് ഒരു പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് രാജ്യത്തെ ആളുകളെ കൊന്നിട്ടുണ്ട്. ഗാന്ധിയെ വധിച്ച ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ അതിന്റെ ആശയം ഉൾക്കൊള്ളുന്നവരാണ്. രാജ്യത്തെ ഒരു പള്ളി തകർത്തവരാണ്. അതുപോലെ തന്നെ കലാപങ്ങൾ നടത്തിയവരാണ്. ഗുജറാത്ത് കലാപം നടത്തിയവരാണ്. ഇങ്ങനെയുള്ള വലിയൊരു RSSനെ പോലുള്ള അല്ലെങ്കിൽ RSS പിന്തുണയ്ക്കുന്ന ഒരു BJPയും ഇപ്പോഴത്തെ SDPI എന്ന് പറയുന്നത് ഏത് കലാപത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഈ രാജ്യത്ത് എന്ത് വിധ്വംസ പ്രവർത്തനമാണ് SDPI നടത്തിയിട്ടുള്ളത്? വഖഫ് ബില്ലിനെതിരായിട്ട് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ അത് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ തെരുവുകളിൽ ഇറങ്ങി. അത് SDPI ചെയ്ത തെറ്റാണോ? രാജ്യത്തിന്റെ ആന്ധ്രാപ്രദേശിൽ ഇറങ്ങി, അതുപോലെ തന്നെ കർണാടകയിൽ, തമിഴ്നാട്ടില്, പിന്നെ ബീഹാറിൽ, കേരളത്തിൽ, മലപ്പുറത്ത്, കേരളത്തിൽ, കൊല്ലത്ത്. ഇത് തെറ്റാണോ ഷാക്കിറെ? ഞങ്ങൾ ചെയ്തത് തെറ്റാണോ? ഈ രാജ്യത്ത് ഏറ്റവും ഇന്നലെ മെനഞ്ഞാന്ന് പോലും എന്താ സംഭവിച്ചത്? ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ആ ചവിട്ടിക്കൊന്നു പോലീസ്. ഇവിടെ പ്രതിഷേധം വേണ്ടേ? ഇവിടെ പ്രതിഷേധം വേണ്ടേ? ഈ രാജ്യത്ത് ജനങ്ങൾ ജീവിക്കണ്ടേ? മാത്രമല്ല മുസ്ലിം വിഭാഗം കൂടുതലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരുതരം അരാജകവൽക്കരിപ്പിക്കുകയാണ്. ഇത് മുസ്ലിം വിഭാഗം കൂടുതലുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളത് തന്നെ ഈ പാർട്ടിയെ സ്വാഭാവികമായും അരികുവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് BJP സംഘമാണ്. അറിയാലോ, നിങ്ങൾ പലപ്പോഴും ഗുണ്ടാ സംഘമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് കുടിപ്പകയാണ്. നിങ്ങൾ RSSും SDPയുമായി പാലക്കാട്ടും അതുപോലെ തന്നെ നമ്മൾ മറ്റ് പിന്നെ ആലപ്പുഴയിലും ഒക്കെ കണ്ടത് അതല്ലേ?
നിങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക പോലെയല്ലേ പെരുമാറിയിട്ടുള്ളത്. അവിടെ നിങ്ങൾ മതത്തിന്റെ ലേബൽ ഒട്ടിക്കട്ട. കൊലപാതകത്തിന്റെ ആ രീതിയിൽ കാണുന്നില്ല. ഞാൻ ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച നമ്മൾ പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ വേട്ടയാടാൻ വേണ്ടിയിട്ട് RSSന്റെ നേതൃത്വത്തിൽ ED രംഗത്തിറങ്ങുന്നു. ആ രംഗത്തിറങ്ങുന്ന ഘട്ടത്തില് ഈ രാജ്യത്തെ നിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ പ്രതിനിധി ബോധപൂർവമായി ഉയർത്തുന്ന ചോദ്യങ്ങളിൽ വീണു പോകരുതേ ഷാക്കിറെ. ഇതാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ കാണരുത്. ഷാക്കിർ വീഴാതെ കഷ്ടപ്പെട്ട് പിടിച്ചു വെക്കുകയാണ്. പക്ഷെ ഷാക്കിർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 2024 ഡിസംബറിലെ വാർത്തയാണ് കേട്ടോ, ഒരുപാട് പഴയതൊന്നുമല്ല. 2024 അതായത് 2 മാസം മുമ്പുള്ള വാർത്തയാണ്. മാധ്യമം പത്രം എഴുതിയിരിക്കുന്നതാണ്. ഗംഗോളി പഞ്ചായത്തിൽ കോൺഗ്രസും SDPIയും ഒന്നിച്ചു, BJPയുടെ ഭരണക്കുത്തക തകർന്നു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. 33 സീറ്റുകളിൽ കോൺഗ്രസ് 12ഉം SDPI 7ഉം ജയിച്ചു. അങ്ങനെ അവർ ഒരുമിച്ച് ഭരണം തുടങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന മംഗലാപുരത്താണ് കേട്ടോ. അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് അങ്ങോട്ട് കയറിയാൽ മതി. ലീഗിന്റെ കുത്തക സ്ഥലങ്ങളൊക്കെയാണ് കാസർഗോഡൊക്കെ. അവിടെ തൊട്ടങ്ങോട്ട് അപ്പുറത്തോട്ടങ്ങ് കയറിയാൽ മതി. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രേ ഉള്ളൂ കോൺഗ്രസിന്റെ മതേതര നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ അവരെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എന്താണ് അടിയിൽ കൂടി ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ SDPI ജയിച്ച ഒരു പഞ്ചായത്തിന്റെ പേര് പറഞ്ഞു. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 150 വോട്ട് BJPക്ക് കിട്ടിയിരുന്നു. ഇത്തവണ കിട്ടിയത് 39 വോട്ടാണ്. നിങ്ങളുടെ വോട്ട് നിങ്ങൾ എന്തുകൊണ്ട് SDPIക്ക് കൊടുത്തത്? നിങ്ങൾ എത്ര വിരുദ്ധരാണെങ്കിൽ നിങ്ങളുടെ വോട്ട് SDPക്ക് കൊടുക്കുമോ? നിങ്ങളുടെ വോട്ട് ഇവിടെ പോയി. 2 ദിവസം മുമ്പ് കടന്ന തെരഞ്ഞെടുപ്പല്ലേ? എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഞാൻ മറുപടി പറയാം. ആ പഞ്ചായത്തില് ആകെ 350 ഹിന്ദു വോട്ടാണുള്ളത്. അവിടെ പ്രിഡോമിനന്റ്ലി ഈഴവ കമ്മ്യൂണിറ്റിയാണ് അവിടെ ഹിന്ദു വോട്ടായിട്ടുള്ളത്. CPM ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തി, BJP ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തി. കൂടുതൽ ജയസാധ്യത ഉണ്ടായിരുന്നത് CPMന്റെ ഈഴവ സ്ഥാനാർത്ഥി ആയിരുന്നത് കൊണ്ട് 300 ചില്ലുവാന വോട്ട് അവിടേക്ക് പോയി. CPMന്റെ ഉൾപ്പെടെയുള്ള മുസ്ലിം വോട്ടുകൾ ഒന്നാകെ ഒഴുകി SDPIയിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായി. അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി ജയസാധ്യതയുള്ള ഹിന്ദു സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കി വോട്ട് ചെയ്തപ്പോ CPMന് 300 ചില്ലറ വോട്ട് കിട്ടി. ബാക്കി CPMനകത്ത് ഉണ്ടായിരുന്ന ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളെ SDPIക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് ആ പഞ്ചായത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് പറയാൻ ഈ ചർച്ചയിൽ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഷാക്കിറിന് നന്ദി. BJPയുടെ വോട്ട് എവിടെ പോയി? BJPയുടെ വോട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ ജയസാധ്യത BJPയുടെ വോട്ട് CPMന്റെ വോട്ടില്ല. അവിടെ ആകെ 300 ചില്ലറ ഹിന്ദു വോട്ട് മാത്രമാണ് ഉള്ളത്. ആ ഹിന്ദു വോട്ടുകളിലെ ജയസാധ്യതയുള്ള ഹിന്ദു സ്ഥാനാർത്ഥിക്ക് നോക്കിയിട്ട് അവിടുത്തെ ഹിന്ദു വോട്ടുകൾ പോയി. CPMന്റെ അകത്തുണ്ടായിരുന്ന മുസ്ലിം വോട്ട് ഉൾപ്പെടെ SDPIക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള റിയാലിറ്റി. അതാണ് നിങ്ങൾ ഉരുണ്ട് കളിക്കുക. ഉരുണ്ട് കളിക്കുന്നതൊന്നും അല്ല ഷാക്കിറെ. വാമനപുരം മണ്ഡലത്തിലാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന BJP വോട്ടുകൾ SDPIക്ക് മറിച്ചു കൊടുക്കുമോ ഷാക്കിറെ? അല്ലാണ്ട് പിന്നെ എവിടെ പോയി ഇവരെ വോട്ട്? ഇവരെ വോട്ട് എവിടെ പോയി? ആകെ 350 ഹിന്ദു വോട്ട് അവിടെ ഉള്ളത്. ആ 350 ഹിന്ദു വോട്ടുകളിൽ 300 ചില്ലറ വോട്ട് CPMനും കിട്ടി, 39 വോട്ട് BJPക്കും കിട്ടി. പിന്നെ BJPയുടെ വോട്ട് SDPI അവിടെ ജയിച്ചു. ഒന്ന് ഷാക്കിറെ ചുമ്മാ ബേസിക് ആയിട്ടുള്ള ഒരു എന്താണ് കണക്കുകൂട്ടലുകളെങ്കിലും വെച്ചിട്ട് രാഷ്ട്രീയത്തെ കാണണം കേട്ടോ. അതേപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കാര്യം അറിയില്ല എന്ന് വിചാരിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ അല്ല പഠിച്ചിട്ടാ നിങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാൻ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു തന്നത്. വാർഡിന്റെ പേര് ഞാൻ പറഞ്ഞുള്ളതേ ഉള്ളൂ. പോരാട്ടത്തിന്റെ ഭാഗമായി SDPIക്കാർ രാഹുൽ മാങ്കടത്തിന് വോട്ട് ചെയ്തപ്പോ നിങ്ങൾ UDFന് സഖ്യകക്ഷി എന്ന് വിളിച്ചില്ലേ? അതായത് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യവും ഉണ്ടാക്കാതെ ഒരു ധാരണയുമില്ലെന്ന് SDPIക്കാർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് ആളുകൾ വോട്ട് ചെയ്തപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? അതിനെ വ്യാഖ്യാനിച്ചത് ഞങ്ങളല്ല, നിങ്ങളുടെ കെ മുരളീധരനാണ് പറഞ്ഞത്. SDPI വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചത് കെ മുരളീധരനാണ്. അതിനെ ഇത്ര വലിയ വിഷയമാക്കേണ്ടെന്ന് പറഞ്ഞത് കെ മുരളീധരനാണ്. നിങ്ങളുടെ മുന്നണിയുടെ നേതാവായിട്ടുള്ള CP ജോർജ് പറഞ്ഞത് സഹകരിക്കണമെന്നാണ്. ഞങ്ങളല്ല പറഞ്ഞത്. പാടില്ലേ? അല്ല അത് ശരിയല്ല. അല്ല നിങ്ങൾ നോക്ക്, നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യണം എന്താ അറിയോ? EDയെ കൊണ്ട് നിങ്ങൾ ടൂളാക്കാതെ ഇന്ത്യ രാജ്യത്തെ കട്ടുമുടിച്ച് വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന അദാനിയെ
പിടികൂടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ശരി, ഒരു അവസാനമായ ഒരു ചോദ്യം കൂടി ഷാക്കിർ. ഈ പറയുന്ന SDPA ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. SDPA നിരോധിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുള്ള ഒരു നീക്കത്തിലേക്കാണല്ലോ കേന്ദ്രം പോകുന്നത്. അല്ല ഷാക്കിർ ഒരു സെക്കൻഡ്. SDPA നിരോധിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത് എങ്കിൽ അതിനെ അനുകൂലിക്കുന്നുണ്ടോ മുസ്ലിം ലീഗ്? വിലക്ക് വാങ്ങുന്നത് അറിയാലോ? കേൾക്കുന്നില്ലേ? SDPA നിരോധിക്കുവാനുള്ള ഒരു നീക്കം കേന്ദ്രം നടത്തുന്നു എന്നാണല്ലോ. അതിനോട് യോജിപ്പുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാൻ ശ്രമം നടത്തുന്നു എങ്കിൽ അതിനെ ലീഗ് അനുകൂലിക്കുമോ? എനിക്ക് ചോട്ടാ മുംബൈയിലെ കലാപമണിയാണ് നമ്മൾ എങ്ങനെ മറുപടി പറയാം? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗവൺമെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ. അത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ കുറിച്ച് മുൻകൂറായി നമ്മൾ എങ്ങനെ മറുപടി പറയാനാ മഞ്ജുഷേ? നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ SDPA നിരോധിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ന്യൂനപക്ഷ വർഗീയത നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും SDPA നിരോധിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ ന്യൂസിൽ പറഞ്ഞു RSS തീവ്രവാദ പ്രസ്ഥാനമാണ്. എന്റെ വാദം ഇപ്പോഴും അത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് SDPA കുറിച്ചും എന്റെ വാദം. അത് ഒരു നല്ല എന്താ പറയാ, ഈ നല്ല മതേതര സമൂഹത്തിൽ ഉൾക്കൊള്ളാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല SDPA എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: SDPA നിരോധിക്കണോ? വേണമെന്ന് 71% പ്രേക്ഷകർ, വേണ്ട എന്ന് 22%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.